ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് കുറച്ച് ഷുഗർ കൂടി, പിന്നെ എൻ്റെ ഡംബിൾസ് വേണ്ടിട്ട് നഖവും ഇങ്ങനെ റിമൂവ് ചെയ്തു കുറച്ച്. ഇതൊക്കെയുള്ളൂ എനിക്ക് വിശേഷം. നിങ്ങൾ വിശേഷമൊക്കെ പറയണം കേട്ടോ. പിന്നെ വേറൊരാൾ വൈറ്റമിൻ സിൻ്റെ ഗുളിക കേട്ടോ, നല്ല ടേസ്റ്റി അല്ലേ. പിന്നെ എന്താ പറയേണ്ടത്, വേറൊരാൾ നമ്മളുടെ ശരീരത്തിൽ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ഭയങ്കര റിലാക്സ് ആവും. ബ്ലഡ് ഫ്ലോ ഒക്കെ നന്നായിട്ട് കൂടാൻ വേണ്ടിയിട്ടും നന്നായിട്ട് എന്താ പറയുക, നമ്മൾ റിലാക്സ് ആവാൻ മെൻ്റലിയൊക്കെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും അല്ലേ. അതുപോലെ ലിംഗത്തിൽ മസാജ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? മെഡിക്കലി അപ്രൂവ്ഡ് ആണ് ലിംഗത്തിൽ മസാജ് ചെയ്യുന്നത് ലിംഗത്തിൻ്റെ ഓവറോൾ ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ലിംഗത്തിൽ മാത്രമാണോ മസാജ് ചെയ്യേണ്ടത്? അല്ല, ലിംഗവുമായിട്ട് ബന്ധപ്പെട്ട് ചുറ്റുമുള്ള ഭാഗങ്ങളിലൊക്കെ മസാജ് ചെയ്യണം അല്ലേ. അപ്പം അതിനെപ്പറ്റിയൊക്കെ പറയാം. അപ്പോൾ ഇത് ഇപ്പോൾ കൊണ്ടുള്ള പ്രാക്ടീസാണ്. അല്ല, പണ്ട് കാലം മുമ്പ് താന്ത്രിക് രീതിയിലൊക്കെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോയിരുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്, ലിംഗത്തിന് ഹെൽത്തിന് വേണ്ടിയിട്ട്, ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ടും. അപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കാം. ലിംഗവും അതുപോലെ വൃഷ്ണങ്ങളും അതുപോലെ മലദ്വാരത്തിനും ഇതിനും ഇടയിലുള്ള ഭാഗം പെരിനിയം, അതും അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് നമ്മുടെ ഈ സ്പോട്ടൊക്കെ പറയുന്നില്ലേ, അത് പ്രോസ്റ്റേറ്റിൽ, അതുവരെ മസാജ് ചെയ്യും. ഇതൊക്കെ അറിയുന്നവർ ചെയ്യുന്ന കാര്യം കേട്ടോ, അല്ലാത്തവർ മറ്റൊക്കെ ചെയ്താൽ മതിയാവും. ഓക്കെ, ഇതാണ് മസാജ് എന്ന് പറഞ്ഞത്. ലിംഗത്തിൽ കൊടുക്കുന്ന മസാജ് എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും ഭാഗവും ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ മസാജ് ചെയ്യുന്നതിലൂടെ നല്ലൊരു രതിമൂർച്ചയിലേക്ക് എത്തിക്കാനാണോ ലക്ഷ്യം? അല്ല, ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. അതിങ്ങനെ കൺട്രോൾ ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളെയൊക്കെ സമയമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും അല്ലേ. അപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് ഏതാണ് ഏറ്റവും നല്ല ഒരു ഓയിലെന്ന്. അപ്പോൾ ഒരുപാട് ആയുർവേദ ഓയിലൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ഓയിലുണ്ട്, ഞാൻ പരിചയപ്പെടുത്താം. 100% നാച്ചുറൽ ആയിട്ടുള്ള മാൻഷുവറിൻ്റെ മസാജ് ഓയിലാണ്. ഷിഗോബാൽ ഓയിൽ, ക്ലോവ് ഓയിൽ, ജയ്പാൽ, കേസർ, ശീലജിത്ത്, അശ്വഗന്ധ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള സൂപ്പർ ഓയിലാണ്. ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു 2 നേരം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അത് 2 തൊട്ട് 3 മാസം വരെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് നിങ്ങളുടെ ലിംഗത്തിൻ്റെ ഹെൽത്തൊക്കെ കൂട്ടാൻ സഹായിക്കും. മാത്രമല്ല കൂടുതൽ നേരമൊക്കെ നിങ്ങൾക്ക് ലൈംഗികത ആസ്വദിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ 10 ഡ്രോപ്സ് എടുത്തിട്ട് നിങ്ങൾ ലിംഗത്തിൽ 2 നേരം മസാജ് ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ, 2 തൊട്ട് 3 മാസം വരെ. അപ്പം നന്നായിട്ട് ബ്ലഡ് ഫ്ലോ ഒക്കെ ലിംഗത്തിലേക്ക് എത്താനും ലിംഗത്തിന് യഥാർത്ഥ സൈസിലേക്ക്, കുറേ അങ്ങ് വളരുന്നല്ല പറയുന്നത്, ലിംഗത്തിന് നിങ്ങൾക്ക് എത്രയാണോ യഥാർത്ഥ സൈസ് വരുന്നത്. ചിലരൊക്കെ പുകവലിച്ചും അതുപോലെ ചീത്ത രീതിയിലൊക്കെ ലൈഫ് സ്റ്റൈലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അവരുടെ ലിംഗമൊക്കെ ചുരുങ്ങി പോയിട്ടുള്ളവരാണെങ്കിൽ അവരുടെയൊക്കെ യഥാർത്ഥ സൈസിലേക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഓയിൽ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒരു ഡോക്ടറോട് ചോദിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഓയിൽ യൂസ് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ മാൻഷുർ തന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറെ കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള ലിങ്കും ഈ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ലിംഗത്തിൽ കൊടുക്കുന്ന മസാജ് പലതരത്തിലുണ്ട്. ലിംഗത്തിൽ കൊടുക്കുന്ന മസാജിനെ പറ്റി ഒരുപാട് എത്രയോ രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിനെ പറ്റിയിട്ടൊക്കെ പറയുന്ന വേറൊരു വീഡിയോ ചെയ്യാം. എന്നാൽ ഇപ്പോൾ പറയുന്നത് ഒരു സാധാരണ ആൾക്കാരൊക്കെ മസാജ് ചെയ്യുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ അവർ ഫുൾ ബോഡി റിലാക്സ് ആകണം, അവരുടെ സ്ട്രെസ്സൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ലൈംഗിക താല്പര്യമൊക്കെ കൂട്ടാൻ, അവരുടെ ഡ്രൈവൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലഡ് ഫ്ലോ ഒക്കെ നന്നായിട്ട് എത്തുന്നതുകൊണ്ട് തന്നെ ഉദാഹരണമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു, നിങ്ങളുടെ ടൈമിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അതുമാത്രമല്ല ഈ ഡ്രൈ ആയിട്ട് സ്കിന്നൊക്കെ ഉള്ള ലിംഗം, അങ്ങനത്തെ ഉള്ള ലിംഗമൊക്കെ ഉള്ളവർക്കൊക്കെ സ്മൂത്ത് ആകാനൊക്കെ സ്കിന്നും ഹെൽത്തി ആകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ലിംഗത്തിൻ്റെ സ്ട്രെങ്ത് കൂട്ടുന്നുണ്ട്, ഉദാഹരണമൊക്കെ നല്ല ശക്തമായിട്ട് തന്നെ ഉണ്ടാകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തെ സ്കിന്നൊക്കെ ഭയങ്കര ടൈറ്റായിട്ട് ഇങ്ങനെ ലോക്കൊക്കെ ആവുന്നവർക്കൊക്കെ ആണെങ്കിൽ അത് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമൊക്കെ മാറ്റി എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇത് എങ്ങനെ മസാജ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീക്കായി കിടക്കുന്ന ലിംഗത്തിനെ ആദ്യം ഉണർത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഉദ്ധരിച്ച് നിൽക്കുന്ന സമയത്ത് വേണം നിങ്ങൾ ഈ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ ഹാർഡായിട്ടൊന്നും ചെയ്ത് വളരെ സ്മൂത്തായിട്ട് ചെയ്യുക. അതുപോലെ തമ്പും ഫിംഗറും നിങ്ങളുടെ ഫിംഗർക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്യാവുന്നതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് വേണ്ടവർക്ക് അത് കാണാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.